ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലത്തെ നിസ്കാരം പണികളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറലാണ്. ആദ്യം തന്നെ ഇത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പണി തുടങ്ങുന്നത്. പിന്നെ തലേന്ന് രാത്രി എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് കിച്ചണിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയും. പിന്നെ രാവിലെയാണ് ഇതിലേക്ക് കവറിലിട്ട് കൊടുക്കൽ. അപ്പോൾ അതിൽ ചെയ്യലാണ്. പിന്നെ ഇതാ ഇവർക്കുള്ള ഫുഡ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ലെറ്റ്യൂസെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ കുട്ടികളെ ഒന്ന് വിളിച്ചെണീപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ ഒരുപാട് സമയമൊന്നും കളയാനില്ല. 1-2 മിനിറ്റ് പോയാൽ തന്നെ ഒരു വലിയൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളിൽ തീർക്കലാണ്. പിന്നെ ഇതൊരു പാനിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് ഈ ഒരു സമൂനിയില്ലേ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ്. പിന്നെ ഞാൻ രാവിലെ എണീറ്റപാട് തന്നെ ഈ ഒരു സ്ട്രിപ്സില്ലേ അതൊന്ന് തണുപ്പെല്ലാം പോയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബണ്ണിലേക്ക് ഈ ഒരു സമൂനയിലേക്ക് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്സ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ലെറ്റ്യൂസും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒലീവ്സും ഹാലോപ്പിനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് ഇവരെ ലഞ്ച്. പിന്നെ രാവിലെ ഫുഡ് കഴിക്കലെല്ലാം കണക്കാണ് കേട്ടോ. കാര്യമായിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അപ്പവും കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. ഇന്ന് ഇപ്പോൾ ഒരു ചോക്കോസ് ഉണ്ടാക്കിയാൽ തന്നെ 1-2 സ്പൂൺ മാത്രം ഒന്ന് കഴിച്ചിട്ട് അവിടെ വെക്കലാണ്. പിന്നെ കാര്യമായിട്ട് കുടിക്കുന്നത് ഈ ഒരു സുലൈമാനി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കുറച്ച് സമയം ഇരിക്കുന്നില്ലേ, അപ്പം ഛർദ്ദിക്കാൻ മുട്ടുന്ന വയറെന്തോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കഴിക്കൂല. ഇതാ ടൈമായിട്ട് അങ്ങനെ താഴേക്ക് പോക്കാന്ന്. രണ്ടാളും ബസ് ഏകദേശം ഒരേ ടൈം തന്നെയാണ് കേട്ടോ വരുത്തുക. 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ സെയിം ടൈം തന്നെയാണ് വരുത്തുക. അതുകൊണ്ട് നല്ലതായി ഒരു ടൈം പോയാൽ മതിയല്ല. കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ അധികം പോക്കുണ്ട്, കൂട്ടാനൊന്നും അങ്ങനെ പോക്കില്ല. പിന്നെ എനിക്ക് തോന്നി അവരോണ്ട് യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് മുന്നേ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തെന്ന് തോന്നുന്നു, എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫൊക്കെ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷം മുതൽ യൂണിഫോമൊക്കെ ചേഞ്ച് ആയിന് കേട്ടോ. ഒരു 6:45 ആകുമ്പോൾ ഇവർ രണ്ടാളും ബസ് വരുത്ത്. അങ്ങനെ ഇതാ രണ്ടാൾ പോയിട്ടുണ്ട്. പിന്നെ ഇതാ തിരിച്ച് റൂമിലേക്ക് വന്ന്. അതിൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കെല്ലാം മനസ്സിലാവുമായിരിക്കും, ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കുട്ടികളെ ബെഡാണ് എപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കൽ. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് കുറച്ചധികം ടൈമൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡെല്ലാം നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞാനത് രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനമാണ് കേട്ടോ. ഈ ഒരു ബെഡ് ഫോൾഡ് ചെയ്യൽ ചെറിയ പണിയാണെങ്കിലും അത് ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു മടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഇങ്ങനെ തലേന്ന് രാത്രി വരെ വലിച്ചിട്ട സാധനങ്ങളും ബുക്സും പേപ്പേഴ്സും അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അതും ഒന്ന് എടുത്ത് വെക്കലാണ്. പിന്നെ രാവിലെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം കുറച്ച് സമയം കിടക്കും. അപ്പോൾ കിടന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഈ ഹോളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാണ് ഭയങ്കര നെഗറ്റീവ് മൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് എന്താ പറയുക ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതൊന്ന് എടുത്ത് വെച്ച് ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടെല്ലാം ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നെല്ലാം ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയെല്ലാം കുടിച്ചിട്ടുള്ളത്. ഒരുപാട് പണിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ. ഇന്നങ്ങനെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. സുലൈമാനിയാണ് കേട്ടോ രാവിലെ കുടിക്കൽ. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ പിന്നെ ആ ഒരു സമയം തന്നെ എന്തായാലും ഫോണൊക്കെ കുറച്ച് നേരം നോക്കാനുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. അപ്പോൾ ഇതൊരു 7:30 മുന്നേ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരൽ മാത്രമേ രാവിലെ തീർക്കുള്ളൂ. തുടക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യലില്ലൂ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെയൊന്നും ആവില്ല കേട്ടോ. ചില ദിവസങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന എന്താ പറയുക ദിവസങ്ങളും ഉണ്ടാവും. പിന്നെ
കുറച്ച് പണിയുണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അന്നത്തെ ദിവസം മൊത്തത്തിൽ അങ്ങ് ഡിലേ ആവുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തതിനെ കിട്ടുന്നൊരു സമാധാനം അത് വേറെ തന്നെയാണ്. പിന്നെ ഇതാ ഈ ഒരു ഫോണൊക്കെ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന പോലെയാണ് തോന്നൽ. പക്ഷെ എന്നാലും അതൊന്നും എടുത്തു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുകയും ചെയ്യില്ല. അപ്പോൾ പണിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ മാറ്റി വെച്ചിട്ട് പണിയൊക്കെ തീർത്തിട്ടെടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് ഇന്നും ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ഫുഡെല്ലാം ഉണ്ടാക്കലാണ്. അപ്പോൾ കടല നേരത്തെ തന്നെ പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോല ഭട്ടൂര ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പൊതിർത്തിയെടുത്ത കടല ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീ ബാഗും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭട്ടൂരൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു കടലക്കറി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടീ ബാഗ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ പോയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് കടല നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പം കടല റെഡി ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഇതാ ഈ ഒരു കറിക്കുള്ളൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാനിലേക്ക് 1 സ്പൂണ് മല്ലി, അതുപോലെ 1/2 സ്പൂണ് വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ഏലക്കായും 2 കറാമ്പും അതുപോലെ തന്നെ 2 പട്ടയും 1 ബേ ലീഫും ആണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തിട്ട് ചൂടെല്ലാം പോയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയുമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ഉള്ളിയും ഒരു 1.5 കഷ്ണം തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം കേട്ടോ. അതിപ്പോൾ നേരത്തെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് അതിപ്പോൾ എടുക്കാണ്ട് ഇങ്ങനെ. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടുപ്പിലേക്കൊരു വലിയ പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചിട്ട് മാറ്റി വെച്ച ഉള്ളിയില്ലേ, ഇതിപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് ഈ ഒരു ഓയിലൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതിപ്പം 1 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാം അരച്ചിട്ട് ചേർത്തുകൊണ്ട് ഉടഞ്ഞ് കിട്ടാനൊന്നും ടൈം എടുക്കില്ല. പിന്നെ ഇതിലേക്ക് ഇതാ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതാ നമ്മൾ നേരത്തെ വറുത്തിട്ട് പൊടിച്ച് വെച്ച ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മസാല പൗഡർ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ആ ഒരു വറക്കലും പൊടിക്കലും അങ്ങനത്തെ പണിയിലും ലാഭം കിട്ടുമല്ലോ. അപ്പം ഇന്ന് തന്നെ ഞാൻ പൊടിച്ചത് മുഴുവനായിട്ടൊന്നും ചേർത്തിട്ടില്ല, 1.5 സ്പൂൺ മാത്രമേ ചേർത്തിട്ടില്ല. അപ്പോൾ അതിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കടലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കടല അതിൻ്റെ ഒരു കണക്കിന് തന്നെ കുക്കായി കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു കറി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതാ ഈ ഒരു ടീ ബാഗ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു മസാലയില്ലേ, ഇതിലേക്ക് ഈ ഒരു കടല ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയും കടലയിലും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടായാൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കറിയിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക.
പിന്നെ ഫ്ലെയിമിൽ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും പിന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പട്ടൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം 1/2 കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ഒഴിച്ചത്. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. അപ്പം മൊത്തത്തിൽ 1/2 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റവ ഈ ഒരു വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് ശേഷം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തേരാണ്. ഇതിപ്പം കട്ടിയുള്ള പുളിയില്ലാത്ത തേര എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. റവയും തേരും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. 2 കപ്പ് മൈദക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് തേരും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എനിക്കിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ചിലപ്പം ചില ഇതിലൊക്കെ വ്യത്യാസം വരും. കാരണം തേയിലൊക്കെ കുറച്ച് ലൂസാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടെല്ലാം ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതൊന്നിക്കൽ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അപ്പോൾ അത്രത്തോളം തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഇതിപ്പം 1 സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് പറ്റുന്ന എങ്ങനെയാണോ അങ്ങനെയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഓയിലൊന്ന് മൊത്തത്തിൽ തടവി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂറെല്ലാം ആയിട്ടുണ്ട്. നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ കുഴച്ച് വെക്കുന്നതാണെങ്കിൽ കറിയെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തായാലും 1 മണിക്കൂറെല്ലാം ആവുമല്ലോ. അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പം ഞാൻ കറിയെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കലാണ് പൂരീൻ്റെ ഷേപ്പിൽ. നമുക്കിതിപ്പോൾ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നാൽ ഓരോരോ പൂരിയായിട്ട് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോല ഭട്ടൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ റെഡിയായി നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഓഫീസിലേക്ക് പോയി. പിന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക അലക്കലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഫുൾ ഡേ വീഡിയോ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു തുടങ്ങി. പക്ഷേ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് ഭയങ്കര പണി പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വീഡിയോ ലെങ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നിർത്താമെന്ന് അങ്ങനെ വിചാരിച്ചു. ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.